എല്ലാവർക്കും പുതിയൊരു വീഡിയോ സ്വാഗതം ഗൈസ്. നമ്മൾ രാവിലെ എണീച്ച് ഗൈസ് നമ്മളാണെങ്കിൽ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗൈസ് നമ്മൾ പോയി ഡംബിൾസ് കാര്യങ്ങളൊക്കെ പൊക്കാൻ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ പൊക്കുകയാണ് ഗൈസ്. എൻ്റെ മോനെ ഇത് ഭയങ്കര പാടിങ്ങളൊക്കെ ആയിട്ടുണ്ട് പൊക്കാൻ ഗൈസ്. ഞാനാണെങ്കിൽ വർക്കൗട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനാണ് ഇപ്പോഴാണ് ഷിൻചാനും മിൻചാനും വന്നത്. ആ ഷിൻചാൻ എന്താണ് കാര്യം? നമുക്കാണെങ്കിൽ സ്കൂളും കാര്യങ്ങളൊക്കെ തുറക്കാൻ പോവുകയാണ് ഫ്രാങ്ക്ലാണ്. അപ്പോൾ പുതിയ ബാഗും പുതിയ പുസ്തകമൊക്കെ മേടിക്കണം. ശരിടാ ഷിൻചാനെ, നമുക്ക് പുതിയ പുസ്തകമൊക്കെ മേടിക്കാൻ വാടാ. ശരി ഫ്രാങ്ക്ലാണ്, വാ. പിന്നെ ഷിൻചാനേട്ടാ, എനിക്ക് നമുക്കാണെങ്കിൽ കാറിന്റെ ബോക്സ് ഒക്കെ മേടിക്കാടാ. ഞാനീ സ്റ്റെപ്പിൽ നിന്ന് എൻ്റെ മോനെ മറിഞ്ഞു വരുമ്പോഴാണ് അവന്മാർക്ക് കാറിൻ്റെ ബോക്സും കാര്യങ്ങളൊക്കെ വേണമെന്ന് ഡാവ മേടിച്ച് തരാടാ. അപ്പം ഞാൻ വന്ന് വീണത് കണ്ടില്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇവന്മാർക്ക് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കാം ഗൈസ്. പിഞ്ചാനെ പെട്ടെന്ന് അങ്ങോട്ട് വാടാ. ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ഫ്രാങ്ക്ലാണ്, ഞങ്ങൾക്ക് പയ്യെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. എന്നാലും വന്ന് കയറുക. ശരി ഫ്രാങ്ക്ലാണ്, ഞങ്ങൾ കയറി പൊക്കോ. അവന്മാരും കാര്യങ്ങളൊക്കെ നമ്മളെ കാറിലും കാര്യങ്ങളും കയറിയിട്ടുണ്ട് ഗൈസ്. ഇതുവരെയായിട്ട് ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തതുകൊണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗൈസ് അവന്മാർക്ക് പുസ്തകങ്ങളൊക്കെ മേടിച്ച് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾ പുതിയ പുസ്തകങ്ങളൊക്കെ മേടിച്ചത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നാണ് സ്കൂൾ തുറക്കുന്നത് കമൻറ്റ് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളെ നേരെ ഗൈസ് നമ്മളാണെങ്കിൽ ഷോപ്പിംഗ് ചെയ്യാണ്ടുള്ള കടയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് ഗൈസ് നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇതിനകത്ത് കയറി നമുക്ക് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാണാം ഗൈസ്. പെട്ടെന്ന് ഇറങ്ങടാ, നമുക്ക് പോയി ഷോപ്പിംഗ് ചെയ്യണ്ടേ. ഞാൻ ഇറങ്ങിയടാ ഷിൻചാനെ. ഞങ്ങളാണെങ്കിൽ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ വിചാരിച്ച് പിന്നെ ബീച്ചിൽ കാര്യങ്ങളൊക്കെ പോവാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഷിൻചാനും പിഞ്ചാനൊക്കെ വെച്ച് സന്തോഷം കാര്യങ്ങളൊക്കെ ആവട്ടെ. വെക്കേഷനായിട്ട് വലിയ ടൂറിനൊന്നും പോയില്ല. അപ്പോൾ ഗൈസ് ഞങ്ങളാണെങ്കിൽ ബീച്ചിലോട്ട് കാര്യങ്ങൾ പോവുകയാണ് ഗൈസ്. നമുക്ക് ഈ വരിയും കാര്യങ്ങൾ പോവാൻ എൻ്റെ മോനെ ഒരു മരത്തിലും കാര്യങ്ങൾ ഐസിനെയും ഇടിച്ചിട്ടുണ്ട്. ഉമ്മാനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് ഒരു പട്ടിക്കുട്ടിയെ മേടിച്ച് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പട്ടിക്കുട്ടിയൊക്കെ മേടിക്കണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഞങ്ങളെ പോകുന്ന വരിയിലാണെങ്കിൽ ഒരു ലംബോർഗിനിയിലും കാര്യങ്ങളൊക്കെ ചെന്ന് ഇടിച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും അയാൾ പാവമായതുകൊണ്ട് ഇയാൾ നമ്മളെ വിട്ട്, അല്ലെങ്കിൽ നമ്മളെ ഇടിച്ച് പഴുപ്പുകളൊക്കെ ഇളക്കാനായിട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നേരെ ഗൈസ് നമ്മൾ ബീച്ചിലോട്ട് ഇയാൾ പോവുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവന്മാരാണെങ്കിൽ ഡോർ അടയ്ക്കത്തില്ല വണ്ടി കയറിയിട്ട്. എൻ്റെ മോനെ ഇവന്മാരാണെങ്കിൽ ഡോർ അടയ്ക്കത്തില്ല. ഞാൻ ഇങ്ങനെയൊക്കെ അടയ്ക്കാൻ ശ്രമിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗൈസ് എൻ്റെ മോനെ ഇങ്ങനെയൊക്കെ അടഞ്ഞിട്ടുണ്ട് ഗൈസ് ഡോറ്. നമ്മളെ വീട്ടിൻ്റെ അടുത്ത് കാണാൻ ഒരു ബീച്ചും കാണാനൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ച് അവിടെ ഒന്ന് പോകേണ്ടത്, നമ്മളെപ്പോഴും അവിടെ കാണാൻ പോകുന്നതല്ലേ. പിന്നെ ഞാൻ വിചാരിച്ച് ഇവിടെ ആകുമ്പോൾ ഇച്ചിരി വെറൈറ്റി കാണാനാകും. ഇവിടെ ആണെങ്കിൽ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് ഇങ്ങോട്ട് വരുന്നത് ഗൈസ്. അപ്പോൾ ഗൈസ് പണ്ട് നമ്മളെ വീട് ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ എന്നും ഇവിടെ വരുമായിരുന്നു ഗൈസ്. ഷിൻചാനും മിഞ്ചാനൊക്കെ സ്കൂൾ അവധിയും ആയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മൾ നേരെ ഗൈസ് നമ്മൾ ബീച്ചിലുകളൊക്കെ എൻ്റെ മോനെ ബീച്ചുകളിലൊക്കെ നേരെയാണ് ഗൈസ്. ജുറാസിക് പാർക്കാണ് ഗൈസ് അപ്പുറത്ത്. ജുറാസിക് പാർക്കിൽ നിന്ന് വല്ല ഡൈനോസറോ വല്ലതൊക്കെ ഇറങ്ങി വരാണെങ്കിൽ ഗൈസ് പാളും ഗൈസ്. അതുകൊണ്ട് തന്നെ ഗൈസ് ഇവിടെ ഒന്നും വലുതായിട്ട് സൗണ്ടും കാര്യങ്ങളും ഉണ്ടാക്കിക്കൂടെ ഗൈസ്. അതുകൊണ്ട് ഗൈസ് ഞാൻ എസ്റ്റോസ് അങ്ങനെ പൊട്ടിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ബീച്ചിലെത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ഫൈനലി ഗൈസ് നമ്മൾ ബീച്ചിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ബീച്ചിലും കാര്യങ്ങളും കുറേ നേരം നിൽക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ നട്ടുച്ചയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഭയങ്കര വീലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മൾ കാറിലും കാര്യങ്ങളും കയറി അങ്ങോട്ട് പോവാം ഗൈസ്. നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് കാണാൻ പോവാം ഗൈസ്. ഞാൻ പോകുന്ന വരിയിലാണെങ്കിൽ ഇവിടെ ഒരു പട്ടിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് ഗൈസ്. ഇത് വീട്ടിൽ വളർത്തുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കയറ്റാം ഗൈസ്. ഞാനാണെങ്കിൽ പട്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിലും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട് ഗൈസ്. ഞാനാണെങ്കിൽ ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടാണ് ഗൈസ് പോകുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മളെ വീട്ടിൽ എത്തിയപ്പോൾ ഗൈസ് നമ്മൾ രാത്രി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഡോഗും കാര്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഗൈസ്. ഞാനാണെങ്കിൽ നല്ല രീതിക്ക് ടയർഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോയി കിടന്നൊന്ന് ഉറങ്ങിയിട്ട് വേണം ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട് വരെ ഒന്ന് പോവാൻ. അപ്പോൾ ഗൈസ് ഞാൻ നേരാണ് ഗൈസ് നമ്മളെ എണീറ്റുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ചെറിയതായിട്ടൊന്ന് കിടന്നൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ പട്ടിയാണെങ്കിൽ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഗൈസ് നമ്മളെ ജോണിൻ്റെ വീട്ടിലും കാര്യങ്ങൾ പോകണം ഗൈസ്. നമ്മളെ ജോണിൻ്റെ വീട്ടിൽ പോകുന്ന വേറൊന്നും അല്ല ഗൈസ്, നമ്മളാ പട്ടിക്ക് വേണ്ടി ഒരു കൂട് ഞങ്ങളൊക്കെ സെറ്റ് ആക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് രാത്രി ആണ്ട് തന്നെ നല്ല രീതിക്ക് പോയിരുന്ന് കൂട് പണിയാനൊക്കെ പറ്റുന്നൊരു സമയവും കാര്യങ്ങളുമാണ്. ഇതാകുമ്പോൾ ആർക്കും ഡിസ്റ്റർബൻസ് ഒന്നും ആവത്തില്ല. എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും വലിയ കുഴപ്പമൊന്നും ഇല്ല. ഇവിടെ വെച്ച് പണിയാണെങ്കിൽ പണികളൊക്കെ കിട്ടും. എൻ്റെ മോനെ അറിയാതെ ഒരാളെ ഞാൻ തട്ടിയിട്ടുണ്ട്. ഒരാളെ ഇടിച്ച് അപ്പനും എല്ലാവരും മരിക്കും ഗൈസ്. ഇവിടെ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അപ്പുറം എല്ലാവരും മരിക്കും. എൻ്റെ മോനെ നമ്മളെ വണ്ടിയാണെങ്കിൽ ആകെപ്പാട് കുളമായിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ജോണിൻ്റെ വീട്ടിൽ എത്തിയിട്ട് കാണാം ഗൈസ്. ഞാനാണെങ്കിൽ ജോണിൻ്റെ വീട്ടിൽ എത്തിയപ്പോൾ എൻ്റെ മോനെ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന പട്ടി ഗൈസ്. ഇതെങ്ങനെ ഗൈസ് ഇവിടെ വന്ന് ഗൈസ്? എൻ്റെ മോനെ ഇത് നമ്മളെ വീട്ടിലെ പട്ടി തന്നെയാണ് ഗൈസ്. ഇതെങ്ങനെ
കേസ് നമ്മളെ കാറെല്ലാം കയറിയിരുന്നു കേസ്. അതിന് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേസ്. എൻ്റെ മോനെ എന്തായാലും ഇത് പ്രശ്നമാണ്. അപ്പോൾ എന്തായാലും കേസ് നമ്മളെ വീട്ടിലെ ആൾ പെട്ടെന്ന് പോയി നോക്കാം കേസ്. നമ്മൾ നേരെ കേസ് നമ്മളെ വീട്ടിലോട്ട് ആൾ പോട്ട് കേസ്. ഞാൻ പകുതി എത്തിയപ്പോൾ കേസ് നമ്മളെ ഡോഗിനെ കണക്കത്തെ ഡോഗ് ഇവിടെ നിൽക്കുന്നു കേസ്. നമുക്ക് നേരെ കേസ് നമ്മളെ വീട്ടിലുള്ള ആളെ പോയി നോക്കുന്ന കേസ് നമ്മളെ ഡോഗും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന്. അപ്പോൾ എന്തായാലും കേസ് നമ്മളെ വീട്ടിലുള്ള ആളെ എത്തുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ കേസ് നമ്മൾ നേരെ കേസ് നമ്മുടെ വീട്ടിലോട്ട് ആളൊക്കെ എത്തിയിട്ട് കാണാം കേസ്. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ എൻ്റെ മോനെ ഇതെന്താണ് കേസ് ഒരു ഡ്രാഗൺ അല്ലേ മോനെ. എൻ്റെ മോനെ ഇതെന്താണെന്ന് പറഞ്ഞോളൂ ഇവരൊക്കെ വന്നിരിക്കുന്നു കേസ്. അപ്പോൾ കേസ് ഞാൻ അന്ന് കേസ് നമ്മൾ ജോൺ നമുക്കൊരു സാധനങ്ങൾ തന്നായിരുന്നു ഒരു മിസൈൽ ഗണ്ണ് കേസ്. അപ്പോൾ കേസ് ഇത് നേരെ കേസ് ഇത് വന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് കേസ് ഇതിനൊന്ന് കൊന്നു നോക്കാം കേസ്. ഇതൊക്കെ മരിക്കുമെന്ന് അറിഞ്ഞൂടെ കേസ്. എന്തായാലും ഇതിനെ വെടിവെച്ച് നോക്കാം കേസ്. മിസൈൽ ഗണ്ണ് എന്ത് ചെയ്യേ എൻ്റെ മോനെ കേസ്. നമുക്കാണെങ്കിൽ ഇത് മിസൈൽ ഗണ്ണ് എവിടെ ഇരിക്കുന്ന കേസ്. മിസൈൽ ഗണ്ണ് എവിടെ ഇരിക്കുന്നത് എനിക്ക് ഓർമ്മയില്ല കേസ്. എന്തായാലും പോയി മിസൈൽ ഗണ്ണ് എൻ്റെ മോനെ അകത്ത് കാലം ഇരിപ്പോണ് കേസ്. എൻ്റെ മോനെ കേസ് ഞാനങ്ങനെ മിസൈൽ ഗണ്ണൊക്കെ എടുത്തിട്ടുണ്ട് കേസ്. എൻ്റെ മോനെ ഒരു വെടിവെച്ച് എൻ്റെ മോനെ എത്ര വട്ടം മിസൈലിട്ട് കേസ്. എൻ്റെ മോനെ നമ്മളെ കാറുകളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. അതൊന്നും കുഴപ്പമില്ല കേസ്. ഇത് ഭയങ്കര പ്രശ്നങ്ങളാണ് കേസ്. ഇതാണെങ്കിൽ ഇവിടെ നൂതിയാൽ മതി കേസ്. ഇവിടെ ഫുള്ള് തീയാവാൻ. അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഇതിൻ്റെ കൂടെ നല്ല പട്ടികളും കാണുക മരിച്ചു പോയിട്ടുണ്ട് കേസ്. എൻ്റെ മോനെ അപ്പോൾ കേസ് നമുക്ക് നേരെ ഇതിനെല്ലാം കൊന്നിട്ട് കാണാം കേസ്. ഫൈനലി കേസ് അവൻ എങ്ങനെയെങ്കിലുമൊക്കെ അയാൾ എങ്ങനെയായാലൊക്കെ അതിനെ വെടിവെച്ച് ഓടിച്ചിട്ടുണ്ട് കേസ്.